ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയായി ആലിൻചുവട്. എളനാട് കുരിശുപള്ളിയിലെ വിശുദ്ധ യോഹന്നാൻ മാംദാനയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. തൃക്കണായ ഗലീലക്കുന്ന് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിലുള്ള എളനാട് ആലിൻചുവട് സെന്റ് ജോൺസ് കുരിശുപള്ളിയിൽ വിശുദ്ധ യോഹന്നാൻ മാംദാനയുടെ ഓർമ്മ പെരുന്നാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ജാതിമത ഭേദമന്യേ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ഒന്നിപ്പിച്ചുകൊണ്ട് ആലിൻചുവട്ടിലെ മതസൗഹാർദ്ദ കൂട്ടായ്മ ഇത്തവണത്തെ പെരുന്നാൾ നേർച്ച ഏറ്റെടുത്ത് നടത്തിയത് വേറിട്ട കാഴ്ചയായി. കഴിഞ്ഞ 4 വർഷമായി കാളിയാറോഡ് പള്ളി നേർച്ച, പുലിപ്പുറം ക്ഷേത്രത്തിലെ വിളക്ക് മഹോത്സവം, തൃക്കണായ ശിവക്ഷേത്രത്തിലെ പരിപാടികൾ തുടങ്ങി പ്രദേശത്തെ എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷങ്ങളിൽ സജീവ പങ്കാളികളാകുന്ന ഈ കൂട്ടായ്മ മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട പള്ളിയുടെ വികാരി അച്ഛൻ, കേക്കാരന്മാര്, കമ്മിറ്റിക്കാര്, സെക്രട്ടറിമാര് തുടങ്ങിയപ്പോൾ നമ്മളോടൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ആലിൻചുവട് കുരിശുപള്ളിയിലെ പെരുന്നാൾ എന്ന് പറയുന്നത് വളരെയേറെ മറ്റു പല കുരിശുപള്ളിയേക്കാൾ വളരെ പ്രാധാന്യമുണ്ട്. ഈ ദേശത്ത് താമസിക്കുന്ന നാനാജാതി മതസ്ഥരായ ആളുകൾ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ, മതം ഒന്നും നോക്കാതെ എല്ലാവരും സഹകരിച്ച് ഈ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് തിരികെത്തിച്ച് ഒത്തിരി അനുഗ്രഹങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പെരുന്നാൾ അവരുടേതാക്കണം എന്നുള്ളൊരു തോന്നൽ കുറെ കാലങ്ങളായിട്ട് ഇവരുടെ മനസ്സിൽ വരാറുണ്ട്. പലരും ഭാഗികമായി അന്ന് സഹകരിക്കാറുണ്ട്. പക്ഷേ ഒരു 4 വർഷമായിട്ട് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് ഒറ്റയൊരുമയോടെ ഈ പെരുന്നാളിന് വേണ്ടി സഹകരിച്ച് നല്ലൊരു സംഖ്യ പെരുന്നാളിന് ചെലവ് വരുന്നുണ്ട്. ഇവിടെ ബാൻഡ്, ചെണ്ടമേളം, അതുപോലെ മൈക്ക്, മറ്റ് ബൾബിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, ഇവിടെ തയ്യാറാക്കുന്ന ഭക്ഷണം, ഈ വരുന്ന ആളുകൾക്ക് മുഴുവനുള്ള ഭക്ഷണം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സംഖ്യ ഇവിടെയുള്ള ദേശവാസികൾ ഇതിൻ്റെ കൂട്ടായ്മയ്ക്ക് നമ്മൾ പറയുന്ന പേര് മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ് ഇതിനെ എല്ലാവരും കാണുന്നത്. ഈ കൂട്ടായ്മ, ഈ സഹകരണം തുടർന്നും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട സഹോദരന്മാർ മരിച്ചുപോയത് നമുക്ക് ദുഃഖമാണ്. മുഴുവനിലെ ജോഡി മരിച്ചു, നമ്മുടെ ചക്രത്തുനിന്നുള്ള മക്കാർ മരിച്ചു. അവരുടെ എല്ലാം പാവന സ്മരണയ്ക്ക് മുമ്പിൽ പള്ളിയുടെ അനുശോചനം ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. ആ ആത്മാക്കൾക്ക് വേണ്ടി ഇടവക പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഇനിയും വരും കാലങ്ങളിൽ
നല്ല രീതിയിൽ നമുക്ക് ഒന്നിച്ച് കാണുവാനും കൂടുവാനും പെരുന്നാൾ ആഘോഷിക്കുവാനും ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. ചൊവ്വാഴ്ച രാവിലെ 11:30 നടന്ന കൊടിയേറ്റത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. സന്ധ്യാപ്രാർത്ഥനയ്ക്കും വചനപ്രസംഗത്തിനും ശേഷം നടന്ന ലേലത്തിലും ആശീർവാദത്തിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് മതസൗഹാർദ്ദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്നേഹവിരുന്നായി നേർച്ച വിതരണം ചെയ്തു. ഗോപു എളനാടിന്റെ നേതൃത്വത്തിലുള്ള വാദ്യമേളം പെരുന്നാളിന് മിഴിവേകി. വികാരി ഫാദർ കുര്യാക്കോസ് വൈദ്യൻ പറമ്പിൽ, ട്രസ്റ്റിമാരായ ജെയിംസ് ബേബി, അജീബ് പാറപ്പാക്കിൽ, സെക്രട്ടറിമാരായ മേബിൽ കുമ്പളംപുഴയിൽ, ബിജോയ് കോശ്ശേരിയിൽ എന്നിവർ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് CCV.